തേജസാലന്നെ തേജസ്കരിപ്പാൻ സർവവും അവനിൽ നിന്നുളവായി. യേശുവിൻ്റെ വളരെ ശക്തമായ ക്രിറ്റിസിസമാണ് ഇന്ന് പരിസയർക്കും നിയമജ്ഞർക്കുമെതിരായിട്ട്. കാര്യം, ഒത്തിരി മനുഷ്യർ ആ കാലഘട്ടത്തിൽ ആചാരത്തിൻ്റെയും നിയമത്തിൻ്റെയും പേരിൽ വേദനിക്കുന്നുണ്ടായിരുന്നു. ഇത് ക്രിസ്തു കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. അത് ക്രിസ്തുവിന് സഹിച്ചില്ല. ഈ ആചാരം എന്ന പേരിൽ, നിയമം എന്ന പേരിൽ ഒത്തിരി മനുഷ്യരെ സങ്കടപ്പെടുത്തിയവരുടെയൊക്കെ രീതികൾ കണ്ടാൽ അത് സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് യേശു പറയുന്നത്. നിങ്ങൾ എല്ലാ സ്ഥലത്തും ഫ്രണ്ട് സീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. കപടം നിറഞ്ഞാണ് നിങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ മുമ്പിൽ. അതേ കണക്ക് നിങ്ങൾ നീതിയുടെ കാര്യമൊക്കെ സംസാരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ നിങ്ങൾക്കൊരു വിലയുമില്ല. അതേ കണക്കിന് നിയമജ്ഞരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ മനുഷ്യരുടെ മുകളിൽ ഒത്തിരി നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ഭാരം ചുമത്തും, പക്ഷേ അവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ഒരു ചെറു വിരൽ പോലും അവർക്ക് വേണ്ടി അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇങ്ങനെ യേശു ഒരു കാലഘട്ടത്തിൽ ജീവിച്ച, ഒരു സമൂഹത്തിൽ ജീവിച്ച മനുഷ്യരുടെ വേദനകൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അങ്ങനെയും ചില മനുഷ്യർ ആ കാലഘട്ടത്ത് നേതാക്കന്മാരായി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. അത് അന്ന് മാത്രമല്ലല്ലോ, ഇന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ചിലപ്പോഴൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളായി നിൽക്കുന്നവരൊക്കെ ചില കാര്യങ്ങൾ എന്തുമാത്രം അടിച്ചേൽപ്പിക്കലോടുകൂടിയാണ് നമ്മുടെയൊക്കെ തലയിൽ വയ്ക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല ഓപ്ഷൻ ഇല്ലാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നില്ലേ? കയറി വരുന്ന വിലകയറ്റവും സാമൂഹിക പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിലില്ലായ്മയും പ്രവാസ ജീവിതത്തിൻ്റെ വേദനകളൊക്കെ ഉണ്ടാകുന്നത് എന്ത് കാരണമാണ്? ഒരു പൗരന് അവൻ ജനിച്ച നാട്ടിൽ ഏറ്റവും നല്ലൊരു ജോലി ചെയ്ത് സന്തോഷത്തോടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മളൊക്കെ ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. അങ്ങനെയാണെങ്കിൽ നേതാക്കന്മാർക്കെതിരെയുള്ള ക്രിസ്തുവിൻ്റെ ശക്തമായ താക്കീത് ഇന്നും വളരെ റെലവൻ്റാണ്. ലീഡർഷിപ്പിലുള്ളവർ, ജനങ്ങളെ സേവിക്കേണ്ടവർ, അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഇന്നത്തെ ഗോസ്പലിൽ പറയേണ്ട ബാധ്യത ഓരോരുത്തർക്കുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിൽ ഈ മുകൾത്തട്ടിലുള്ള ആളുകളിലുണ്ടായ പ്രഷറൊക്കെ വലുതായിരുന്നു. ഒരു സമൂഹത്തിൻ്റെ നല്ല നടത്തിപ്പ് നടത്തേണ്ടവർ തന്നെ അതിനേക്ക് ഏറ്റവും അധികം മോശപ്പെട്ട രീതിയിൽ നയിച്ചു എന്നുള്ളത് വളരെ വേദന നിറഞ്ഞൊരു കാര്യമാണ്. ചില തിരിച്ചറിവുകളൊക്കെ നമുക്ക് കൃത്യമായി ഉണ്ടാകണമെന്നുള്ള ബോധ്യമാണ് ഇന്നത്തെ ഗോസ്പലിൽ നൽകിയത്. യേശു ഒരു കാലഘട്ടത്തിന് വേണ്ടി സംസാരിച്ചു, ഒരു തലമുറയ്ക്ക് വേണ്ടി സംസാരിച്ചു. ഒരുപക്ഷെ നീതിബോധമുള്ള മനുഷ്യർ നമ്മളുമായിരിക്കണമെന്നും കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെയും രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ വ്യതിയാനങ്ങളെയും കൃത്യമായി അപഗ്രഥിച്ചറിയേണ്ട തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് സുവിശേഷം ബോധ്യം നൽകുന്നുണ്ട്. ക്രിസ്തുവിനെ പോലെ ഒരു സാമൂഹ്യ അവബോധം നമുക്കുണ്ടാകണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കോ ക്രൈസ്തവ ബോധ്യമില്ലാത്ത മനുഷ്യരായി തീരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശൂന്യമാം ജീവിതയാത്രയിൽ നീതി സൂര്യനായി വാഴുമികേ. ആഴും ശൂന്യമാം ജീവിതയാത്രയിൽ നീതി സൂര്യനായി വാഴുമികേ. നിന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 ദിവസത്തെ കാളുത്തമം. നിന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 ദിവസത്തെ കാളുത്തമം. 1000 ദിവസത്തെ കാളുത്തമം. പാഴും ശൂന്യമാം ജീവിതയാത്രയിൽ നീതി സൂര്യനായി വാഴുമികേ.
തേജസാലന്നെ തേജസ്കരിപ്പാൻ സർവവും അവനിൽ നിന്നുളവായി. തേജസാലന്നെ തേജസ്കരിപ്പാൻ സർവവും അവനിൽ നിന്നുളവായി. ഉറുവിനാഥനാം യേശുരാജന് സകല മഹത്വവും ഏകിടുന്നു. ഉറുവിനാഥനാം യേശുരാജന് സകല മഹത്വവും ഏകിടുന്നു. പാഴും ശൂന്യമാ ജീവിതയാത്രയിൽ നീതി സൂര്യനായി പാഴുമികേ. സത്യവചനം രക്ഷയായി തീരുവാൻ എനിക്കായി വിലയാ സമർപ്പിച്ചോനേ. സത്യവചനം രക്ഷയായി തീരുവാൻ എനിക്കായി വിലയാ സമർപ്പിച്ചോനേ. സമർപ്പണത്താ സന്തോഷ ജീവിതം യേശുരാജന് നമോ നമോ. സമർപ്പണത്താ സന്തോഷ ജീവിതം യേശുരാജന് നമോ നമോ. പാഴും ശൂന്യമാം ജീവിതയാത്രയിൽ നീതി സൂര്യനായി വാഴുമികേ. പാഴും ശൂന്യമാം ജീവിതയാത്രയിൽ നീതി സൂര്യനായി വാഴുമികേ. നിന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 ദിവസത്തെ കാളുത്തമം. നിന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 ദിവസത്തെ കാളുത്തമം. 1000 ദിവസത്തെ കാളുത്തമം. പാഴും ശൂന്യമാം ജീവിതയാത്രയിൽ നീതി സൂര്യനായി വാഴുമികേ.